ഹൊറിബിൾ മോൺസ്റ്റർ. രചന ആശാദേവി. അവതരണം സാലിം കരുളായി. സൂര്യ ചന്തുവിനെ നോക്കിയതും അവളവനെ നോക്കി കണ്ണുരുട്ടി പേടിപ്പിച്ചു. അത് കണ്ട് സൂര്യക്ക് ചിരിയാണ് വന്നത്. എന്നാൽ ഇത് കണ്ട വേണുവിന് ഏകദേശം കാര്യങ്ങളൊക്കെ പിടികിട്ടി. അല്ലെങ്കിൽ സ്വന്തം മകളുടെ മുഖഭാവങ്ങൾ ആ അച്ഛനെന്നും കാണാപ്പാടമായിരുന്നു. സൂര്യമോനെ ബുദ്ധിമുട്ടിച്ച ഈ പെണ്ണ്. ചന്തുവിനെ കണ്ണുരുട്ടി നോക്കിക്കൊണ്ട് ശാന്ത കൂടി ചോദിച്ചതും ചന്തു മുഖത്ത് ആവശ്യത്തിലേറെ നിഷ്കളങ്കത വാരി വിതറി. എന്നാൽ സൂര്യ അവളെ നോക്കിയതും എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ ഞാൻ കൊല്ലുന്ന രീതിയിൽ അവൾ അവനെ നോക്കി കണ്ണുരുട്ടി. അത് കണ്ട് സൂര്യ ഒരു വിളറിയ ചിരിയോടെ എല്ലാവരെയും നോക്കി. ആരും അത് കണ്ടില്ലെന്ന് കണ്ടപ്പോൾ അവൻ അവളൊന്ന് സൂക്ഷിച്ചു നോക്കി. നിന്നോടാ ചോദിച്ചത്, നീ മോനെ ബുദ്ധിമുട്ടിച്ചോന്ന്. ശാന്ത വീണ്ടും ദേഷ്യത്തോട് അവൾക്ക് നേരം മുരണ്ടു. ഞാനങ്ങനെ ചെയ്യോ? ചുണ്ടു ചുളുക്കി അത്രയും പാവത്തെ പോലെ ചോദിക്കുന്നവളെ സൂര്യ വിടർന്ന മിഴികളോട് നോക്കി. നീ ചെയ്യും, നീയേ ചെയ്യൂ. പെട്ടെന്നാണ് ലച്ചു അങ്ങനെ പറഞ്ഞത്. അത് കേട്ട് ചന്തവളെ കൊള്ളാനുള്ള വെറിയിൽ നോക്കി. അത് കണ്ട് ലച്ചവൾ നിഷ്കരണം പുച്ഛിച്ചു വിട്ടു. സത്യം പറഞ്ഞു, നീ ഇന്നലെ എൻ്റെ ഏട്ടനെ എന്തടി ചെയ്തത്? എനിക്കറിയാം നീ ആ പാവത്തെ എന്തോ ചെയ്തു. ലച്ചു കുറച്ച് ഗൗരവമൊക്കെ മുഖത്ത് വരുത്തിക്കൊണ്ട് ചോദിച്ചു. ഞാനതിന് എന്താടി നിന്റെ ഏട്ടനെ ചെയ്തത്? വിട്ടുകൊടുക്കാൻ പാവല്ലാതെ ചന്തു ലച്ചുവിനെ നേരെ തട്ടിക്കേറി. നീ ഒന്നും ചെയ്തില്ലേ? എൻ്റെ ഈ പാവ ഏട്ടനെ നീ വെള്ളത്തിൽ തളിയിട്ടിടി മാരഭൂതമേ. എന്നിട്ട് പിന്നെ നീ എൻ്റെ ഏട്ടനെ നോക്കി കണ്ടിട്ട് പേടിപ്പിച്ചു. പാവന്റെ ഏട്ടൻ. മാരഭൂതം നിന്നെ കെട്ടിയൻ. ഞാൻ ആരെയും തള്ളിയിട്ടില്ല, നിന്റെ ഈ ഏട്ടന എന്നെ തള്ളിയിട്ടത്. അവരുടെ വഴക്ക് പുരോഗമിച്ചുകൊണ്ടിരുന്നതും എല്ലാവരും അവരെ പകപ്പോടെ നോക്കി. മതി, ഇനി മിണ്ടിയ ലച്ചു എന്റെ കയ്യിൽ നീ വാങ്ങിക്കും. നാണല്ലോ, മുതുക്കി പെണ്ണായി, എന്നിട്ട് കൊച്ചു പിള്ളേരെ പോലെ നിന്ന് അടി കൂടുന്നു. ബാനു ലച്ചുവിന് നേരെ ദേഷ്യത്തോട് അലറിയതും രണ്ട് സ്വിച്ച് എടുത്ത് പോലെ അടി നിർത്തി. അതിനാരും അടി കൂടുന്നു? ഇവളെന്റെ ചങ്കാണ്, ഞങ്ങൾ തമ്മിൽ പലതും പറയും. അതിനിടയ്ക്ക് നിങ്ങൾ ഓൾഡ് പീപ്പിൾസ് വന്ന് തല വെക്കണ്ട അല്ലടി ചന്തു. ലജ്ജു വലിയ ആളെ പോലെ ചന്തുവിന്റെ തോളിൽ കൂടെ കൈയിട്ട് കൊണ്ട് പറഞ്ഞതും ബാനവളുടെ കയ്യിലൊരു അടി വെച്ചു കൊടുത്തു. ആ വേദന കൊണ്ട് അവളൊന്ന് കൂവി. മര്യാദയ്ക്ക് ഏട്ടത്തി എന്ന് വിളിയടി. സ്ഥാനം കൊണ്ട് ചന്തുമ്പോൾ നിന്റെ ഏട്ടന്റെ ഭാര്യ. ആ ബഹുമാനം നീ നമുക്ക് കൊടുത്തില്ലെങ്കിൽ നിന്നെ ചാവട്ടി കൂട്ടും. ബാനു വീണ്ടും കലിപ്പിലായി. അത് കണ്ട് ലച്ചു ചുണ്ടു കുറിപ്പിച്ചു. എന്നാൽ ഇതെല്ലാം കണ്ടു നിന്നവരിൽ ലച്ചുവിനോട് വല്ലാത്ത വാത്സല്യം തോന്നി. വേണുവിനും ശാന്തക്കും ചന്തുവിനോടും അവർ കാണിക്കുന്ന സ്നേഹം കണ്ട് അവരുടെ മനസ്സ് നിറഞ്ഞു. ഭക്ഷണമൊക്കെ കഴിച്ചതും ചന്തുവിന്റെ വീട്ടുകാർ നിറഞ്ഞ മനസ്സോടെ അവിടുന്ന് തിരികെ മടങ്ങി. എല്ലാവരും പോയതും സൂര്യ തിരികെ തന്റെ റൂമിലേക്ക് ചെന്നു. ചന്തുവിന് ശരിക്കും അവിടെ ഇഷ്ടമായി. സ്വന്തം പോലെ കൊണ്ടു നടക്കാൻ ഒരു അച്ഛനും അമ്മയും തന്റെ കുറുമ്പുകളെ പോലും ചോദ്യം ചെയ്യാത്ത ഭർത്താവ്, ആത്മകൂട്ടുകാരി നിഴൽ പോലെ അവളുടെ കൂടെ തന്നെ. ഇതിൽ കൂടുതലൊന്നും അവൾക്ക് വേണ്ടിയിരുന്നില്ല. ചന്തു നേരെ റൂമിലേക്ക് കയറി വന്നതും സൂര്യ അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. അവന്റെ ആ ചിരി കാണാൻ വല്ലാത്തൊരു അഴകായിരുന്നു. അവളും അവനെ നോക്കി മനസ്സ് നിറഞ്ഞ് ചിരിച്ചു. സൂര്യേട്ടാ, അമ്മ അമ്പലത്തിൽ പോകാൻ പറഞ്ഞു. ഞാൻ റെഡിയാടൂ. എന്നാ വാ, പോയിട്ട് വരാം. പിന്നെ എനിക്ക് പോകും വഴി മുല്ലമാല വാങ്ങിത്തരണം. അവൾ വലിയ കാര്യം പോലെ പറഞ്ഞതും അവൻ ചിരിയോടെ അവളെ നോക്കി. ആ തരാം. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? അവന്റെ ചിരിയോടെയുള്ള ഉത്തരം കിട്ടിയതും അവൾ ഇടുപ്പിൽ കൈകുത്തിക്കൊണ്ട് ചോദിച്ചു. എന്താ? അവളുടെ ചോദ്യം കേട്ട് അവൻ അവളെ സംശയത്തോടെ നോക്കി. അല്ല, നിങ്ങൾക്ക് ദേഷ്യം വികാരമൊന്നും വരില്ലേ? എപ്പോൾ നോക്കിയാലും മുഖത്ത് ഒട്ടിച്ചു വെച്ചതുപോലെ ചിരിയുണ്ടല്ലോ. ഈ ഞാൻ തന്നെ എന്തൊക്കെ പറഞ്ഞ് ചൊറിഞ്ഞിരിക്കുന്നു. അറ്റ്ലീസ്റ്റ് എന്നെ രണ്ട് തെറിയെങ്കിലും പറയണ്ടേ? ആ ചോദ്യം അവൾക്ക് അവനോട് ചോദിക്കാതിരിക്കാനായില്ല. കാരണം അവന്റെ സ്വഭാവം അവളിൽ അത്രത്തോളം അത്ഭുതം നിറച്ചിരുന്നു. അങ്ങനെയൊന്നുമില്ല, എനിക്കും ദേഷ്യം വരും, സങ്കടവും വരും. പക്ഷെ ഞാൻ സങ്കടപ്പെട്ടാലേ എന്നെക്കാളേറെ എൻ്റെ വീട്ടുകാരെ സങ്കടപ്പെടുത്തും. എൻ്റെ അച്ഛൻ എന്നെ ഇങ്ങനെയാണ് വളർത്തിയത്. ആരെയും ഞാനൊരു നോട്ടം കൊണ്ട് പോലും വേദനിപ്പിക്കുന്നത് എൻ്റെ അച്ഛന് ഇഷ്ടമല്ല. പിന്നെ എനിക്കറിയില്ല, ഞാനിങ്ങനെയൊക്കെ ആയിപ്പോയി. അവൻ പറയുന്നതൊക്കെ അവൾ കൗതുകത്തോടെ കേട്ടിരുന്നു. അപ്പൊ ഇനി ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുന്ന സാരം. ആ കുഴപ്പമില്ല, ഞാനുണ്ടല്ലോ, ഞാൻ വളരെ സ്ട്രോങ്ങാ. നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നാലും ഞാൻ നോക്കിക്കൊള്ളാം. എൻ്റെ സൂര്യത്തെ പേടിക്കണ്ട, ഇനി കൂടെ ഞാനുണ്ട്. വലിയ ഗമയിൽ പറയുന്നവളെ കണ്ട് സൂര്യക്ക് ചിരി വന്നു. അവർ വേഗം തന്നെ അമ്പലത്തിലേക്ക് ചെന്ന് തൊഴുതിറങ്ങിയതും സൂര്യ വഴിപാട് പ്രസാദം വാങ്ങാനായി ക്യൂവിൽ നിന്നു. ആ സമയം ചന്തു പതിയെ കുളക്കടവിലേക്ക് നടന്നു. അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഇടമായിരുന്നു അവിടം. മഴ പെയ്ത് വഴുക്കലുള്ളത് കൊണ്ട് തന്നെ അധികം ആരും അവിടേക്ക് വരാറില്ലായിരുന്നു. അവൾ വെള്ളത്തിൽ കാല് നനച്ചതും ഒരു കൂട്ടം മീൻ കുഞ്ഞുങ്ങൾ അവളുടെ കാലിൽ വന്ന് പൊതിഞ്ഞു. അവൾ ചെറിയ ചിരിയോടെ മീൻകൂട്ടത്തെ നോക്കി. പെട്ടെന്നാണ് ആരോ അവളുടെ ഇടുപ്പിൽ കൈമുറുക്കിയത്. പെട്ടെന്ന് പിറകിൽ നിന്നുള്ള പിടിയായതുകൊണ്ട് തന്നെ അവൾ നന്നായി തന്നെ ഭയന്നിരുന്നു. അവളെ തിരിഞ്ഞു നോക്കാൻ അനുവദിക്കാതെ അയാൾ അവനെ നെഞ്ചോട് ചേർത്ത് നിർത്തി. അവളുടെ പുറംഭാഗം അവനെ ബലിഷ്ഠമായ നെഞ്ചിലമർന്നു. ആ ആരാ? അവൾ പേടിയോടെ കുതറിമാറാൻ ശ്രമിച്ചുകൊണ്ട് ചോദിച്ചതും അവൻ അവളുടെ ചെവിയോരം തന്റെ ചുണ്ടുകൾ ചേർത്തു. അവന്റെ നിശ്വാസം അവളുടെ കവളിൽ തട്ടിയതും അവളൊന്ന് പിടഞ്ഞുപോയി. ആരാ? അവൾ പേടിയോടെ വീണ്ടും ചോദിച്ചു. പത്മ. അവന്റെ ആ വിളിയിൽ അവൾ ആകെ തറഞ്ഞു നിന്ന് പോയി.
വല്ലാത്ത ഗാംഭീര്യമുണ്ടായിരുന്നു ആ സ്വരത്തിന്. ഭയം കൊണ്ട് അവൾ ആകെ വിറച്ചുപോയി. ഇടുപ്പിലെ പിടിയൊന്നുകൂടെ മുറുകിയതും അവളുടെ ഉള്ളം വല്ലാതെ പിടഞ്ഞു. ആരാ? ധൈര്യം സംഭരിച്ചുകൊണ്ട് അവൾ അവനെ തട്ടിമാറ്റാൻ ശ്രമിച്ചതും അവന്റെ മുഖം അവളുടെ പിൻകഴുത്തിൽ അമർന്നു. ആ നിമിഷം അവളൊന്ന് ശ്വാസമെടുക്കാൻ പോലും ആകാതെ തറഞ്ഞു നിന്നു പോയി. നീ എത്ര ശ്രമിച്ചാലും എന്നീന്നൊരു മോചനം അത് ഈ ജന്മം അസാധ്യമാണ് പത്മ. ഞാനായി നിന്റെ അരികിലേക്ക് ഒരിക്കലും വന്നിട്ടില്ല. പക്ഷേ നീ എന്നിലേക്ക് ഇടിച്ചു കയറി വന്നവളാണ്. ആരാ താൻ? ആരാ? വിട്! അവൾ വീണ്ടും കുതറിയതും അവൻ തന്റെ ചുണ്ട് അവളുടെ കഴുത്തിലിട്ടൊന്ന് ഉരസി. അവളൊന്ന് ഏങ്ങിക്കൊണ്ട് തന്റെ പെരവിലൊന്ന് ഉയർന്നു പൊങ്ങി. അത് നീ അറിയാൻ സമയമായിട്ടില്ല. സമയമാകുമ്പോൾ ഞാൻ നിന്നരികിൽ ചേർന്നിങ്ങനെ ഉണ്ടാകും. സൂര്യ, അവനെ നീ അധികം നെഞ്ചിൽ കയറ്റണ്ട. മറിച്ചായ നീ ഒരുപാട് കരയേണ്ടി വരും. നമുക്ക് ഇനിയും കാണാം. കാറ്റുപോലെ അത്രയും കടുപ്പമേറിയ ആ സ്വരം വീണ്ടും കേട്ടതും അവളുടെ ഉള്ളിലൊക്കെ വെട്ടിവിറച്ചു. ശരീരം വിയർത്തു ആകെ തളർന്നു പോയി അവൾ. പെട്ടെന്ന് അവൻ അവളിലെ പിടിവിട്ട് തിരിഞ്ഞു നടന്നു. ശ്വാസമൊന്ന് ആഞ്ഞു വലിച്ചുകൊണ്ട് അവൾ തിരിഞ്ഞു നോക്കി. കറുത്ത ജാക്കറ്റ് ധരിച്ച് ഹൂടി കൊണ്ട് തലമൂടി പുറംതിരിഞ്ഞ് നടന്നു പോകുന്നവന് അവൾ മരവിപ്പോടെ ഭയത്തോടെ നോക്കി. മോൺസ്റ്റർ! തുറിച്ച മിഴികളോട് അവൾ മുഴിഞ്ഞു. ഭയം കൊണ്ട് വിളറി വെളുത്ത് എത്രയോ സമയം അവൻ പോയ വഴിയെ നോക്കി നിന്നു അവൾക്ക് തന്നെ അറിയില്ല എന്ന അവസ്ഥയായിരുന്നു. ചന്തു! പെട്ടെന്ന് ആരോ തൻ്റെ അരികിൽ നിന്ന് തന്നെ തട്ടി വിളിച്ചത് കേട്ടവൾ ഞെട്ടലോടെ തൻ്റെ ഇടതുവശത്തേക്ക് നോക്കി. അവിടെ സംശയം കൂറുന്ന മുഖത്തോടെ നിൽക്കുന്ന സൂര്യയെ കണ്ട് അവൾ പെട്ടെന്ന് അവനെ നെഞ്ചോരം ചാരി അവനെ മുറുകപ്പെടുന്നു. അവളുടെ ആ നീക്കത്തിൽ സൂര്യാകുന്നു പകച്ചുപോയി. അവളുടെ ശരീരം നന്നായി വിറക്കുന്നുണ്ടായിരുന്നു. ആദ്യത്തെ പകപ്പൊന്ന് മാറിയതും അവനും അവൾ ചേർത്ത് പിടിച്ചു. എന്താടാ, താൻ എന്തെങ്കിലും കണ്ട് പേടിച്ചോ? സൂര്യ ആദ്രമായി ചോദിച്ചതും ആ അവസ്ഥയിലും പേടിയൊന്നൊരു വാക്ക് അവളുടെ കാതിലും മുഴങ്ങി. അടുത്ത നിമിഷം അവൾ അവനിൽ നിന്ന് അകന്നു. എന്താടോ? അവളുടെ മുഖത്ത് പൊടിഞ്ഞ വിയർപ്പ് കണ്ട് അവൻ തന്നെ വലതും കൈപ്പത്തി ഉയർത്തിക്കൊണ്ട് അവളുടെ മുഖം അവനെ അമർത്തി തുറച്ചു കൊടുത്തു. എനിക്കൊന്നുമില്ല. അവനെ ഒന്ന് കൂർപ്പിച്ച് നോക്കിക്കൊണ്ടാണ് അവളത് പറഞ്ഞത്. പിന്നെ താനെന്ന് എത്രയും പേടിച്ചത്? അതിനാര് പേടിച്ചു? അല്ലെങ്കിൽ തന്നെ ഈ ചന്തു പേടിക്കാനേ വേറെ ജനിക്കണം. എന്നിട്ട് ഭയം കൊണ്ട് തന്നെ ശരീരമൊക്കെ പേരക്കുന്നുണ്ടല്ലോ. അത് തണുത്തിട്ടാ, അല്ലാതെ ആര് പേടിച്ചു? മുഖത്തെ പതർച്ച മറച്ചു വെച്ചുകൊണ്ട് അവൾ അവരോട് പറഞ്ഞു. പിന്നെ താനെന്തിനാ എന്നെ കെട്ടിപ്പിടിച്ചത്? സംശയം വിട്ടുമാറാതെ അവൻ വീണ്ടും ചോദിച്ചതും അവൾ അവന് ചെറിയ ചമ്മലോടെ നോക്കി. അത് മനസ്സിലായതുപോലെ അവൻ്റെ ചുണ്ടിലൊരു ചെറിയ ചിരി പിരിഞ്ഞു. എൻ്റെ കെട്ടിയോണ്ട് ഞാൻ തോന്നുമ്പോൾ കെട്ടിപ്പിടിക്കും, തോന്നുമ്പോൾ ഉമ്മ വെക്കും. അതിനുള്ള അവകാശമൊക്കെ എനിക്കുണ്ട്. മാറങ്ങോട്ട്! അവനോട് വീറോടെ പറഞ്ഞുകൊണ്ട് തൻ്റെ ഇടം തോളുകൊണ്ട് അവനെ തട്ടിമാറ്റി അവൾ മുന്നോട്ട് നടന്നു. അവളുടെ കാട്ടിക്കൂട്ടുകളിൽ കണ്ടവന് ചിരി വന്നുവെങ്കിലും ഒന്നും മിണ്ടാതെ ചെറു കള്ളച്ചിരിയോട് അവൻ അവൾക്ക് പിന്നാലെ നടന്നു. ഡേ! ദേവന്റെ അലർച്ച കേട്ട് മഹിയുടെ കയ്യിലിരുന്ന മൂപ്പ് തെറിച്ച് താഴെ വീണു. അവൾ അവനെ കണ്ട് പതറി. പന്ന പുന്നാര മോളെ, 100 വട്ടം ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട്, ഈ വീട്ടിലെ പണിയൊന്നും എടുത്ത് വാറ്റി കിടക്കുന്ന എന്റെ കൊച്ചിന് ദോഷമൊന്നും വരുത്തി വെക്കരുതെന്ന്. ദേവൻ പല്ല് കടിച്ചുകൊണ്ട് അവളോട് പറഞ്ഞതും ഹിമ തെറ്റ് ചെയ്ത കുട്ടിയെ പോലെ അവന്റെ മുമ്പിൽ തലകുനിച്ചു. അത് ഞാൻ ഇവിടെയൊക്കെ പൊടി പിടിച്ചപ്പോ. അവളെ എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിക്കാൻ ശ്രമിച്ചതും പെട്ടെന്ന് അവൾ വായുവിലൊന്ന് ഉയർന്നു പോയി. അയ്യോ! പേടിയോടെ അവൾ ശബ്ദമുണ്ടാക്കിയെങ്കിലും അതൊന്നും മൈൻഡ് ചെയ്യാതെ അവൻ അവളെയും എടുത്തുകൊണ്ട് അവളുടെ മുറിയിലേക്ക് കയറി. ഹിമയെ ബെഡിലിരുത്തിയിട്ട് അവനൊന്നും മിണ്ടാതെ വേഗം അടുക്കളയിലേക്ക് പോയി. ഹിമയാകെ പേടിച്ചിരുന്നു. കാരണം അവൾക്കറിയാം തൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞാണ് അവളുടെ ദേവന്റെ ഏക പ്രതീക്ഷ എന്ന്. താൻ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ പോലും കുഞ്ഞിനെ ബാധിക്കുമോ എന്ന ഭയമാണ് അവന്. കയ്യിലൊരു ഗ്ലാസും ചില്ലി പ്ലേറ്റിട്ട് നെറ്റ്സും കൊണ്ട് വരുന്നവനെ കണ്ട് ഹിമയുടെ മുഖം ചുളിഞ്ഞു. മര്യാദക്ക് ഇതെല്ലാം എടുത്ത് കഴുകടി, ഓടൊക്കെ ചുള്ളി പോലെയാണ് ഇരിക്കുന്നത്. അവന്റെ കളിയാക്കൽ കേട്ട് അവളുടെ ചുണ്ടു കൂർത്തു. പണ്ടേ തിളപ്പിച്ച പാലിന്റെ മണം അവൾക്ക് പിടിക്കില്ല. അതുകൊണ്ട് തന്നെ അവന്റെ കയ്യിലിരിക്കുന്ന പാൽ ഗ്ലാസ് അവൾ വെറുപ്പോടെ നോക്കി. കുടിക്കേ! ദേവൻ അതെടുത്ത് കൊടുത്തതും മടിയോടെ അവൾ ആ ഗ്ലാസ് വാങ്ങി. ഇല്ലെങ്കിൽ ദേവൻ ദേഷ്യപ്പെടുമെന്ന് അവൾക്ക് അറിയാം. പാല് ഗ്ലാസ് കയ്യിലേക്ക് വെച്ചുകൊണ്ട് അതിലേക്കും തന്റെ മുഖത്തേക്കും മാറി മാറി നോക്കുന്നവളെ കണ്ട് ദേവന് കാര്യം മനസ്സിലായി. ആ വീട്ടിൽ ദേവനും ഹിമയും അല്ലാതെ മറ്റാരും ഉണ്ടായിരുന്നില്ല. കാരണം ഹിമയെ മറ്റൊരാൾ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ ഹിമയെ ഈ നാളത്രയും പരിപാലിച്ചത് ദേവൻ തന്നെയായിരുന്നു. ഹിമ, നീ ഇത് കുടിക്കാതെ നിന്നെ ഞാൻ വിടുന്നു കരുതണ്ട. ദേവന്റെ കടുപ്പമേറിയ ശബ്ദം കേട്ട് ഹിമ ഒരു കൈ കൊണ്ട് മൂക്ക് പൊത്തിക്കൊണ്ട് ഒറ്റ വലിക്കാ പാല് കുടിച്ചിറക്കി. അധികം ചൂടില്ലാത്തത് കൊണ്ട് തന്നെ അവക്കത് കുടിച്ചിറക്കാൻ പറ്റി. അവളുടെ കാട്ടിക്കൂട്ടലുകൾ കണ്ട് ദേവൻ അവളെ കൂർപ്പിച്ചു നോക്കി. ആഡംബരം നിറഞ്ഞൊരു വലിയ ഹാള് തൂത്തു തുറക്കുകയായിരുന്നു നീളം. അവിടെ സോഫയിൽ നിന്ന് ലാപ്പിൽ വർക്ക് ചെയ്യുന്ന സായി മറ്റൊന്നും തന്നെ ശ്രദ്ധിക്കുന്നില്ലെന്ന് തോന്നി അവൾക്ക്. ആ ഹാളിൽ തന്നെ പലയിടത്തും പ്രതിമ പോലെ നിൽക്കുന്ന ബ്ലാക്ക് യൂണിഫോം ധരിച്ച ഗാർഡ്സിനെ അവൾ ഇടം കണ്ടിട്ട് പേടിയോടെ നോക്കി. അവർക്കും അങ്ങനെ ഒരാൾ അവിടെ ഉണ്ടെന്ന് യാതൊരു ഭാവവുമില്ല. പെട്ടെന്നാണ് ഹീരയും കുറച്ച് ഗാർഡ്സും മെയിൻ ഡോർ തുറന്ന് ഹാളിലേക്ക് കയറി വന്നത്. ഇറുകിയ കറുത്ത ബോഡി ഫിറ്റ് ബനിയനും ബ്ലൂ ജീൻസ് പാൻറ്റുമാണ് അവളുടെ വേഷം.
മുഖത്ത് യാതൊരുവിധ ചമയങ്ങളുമില്ല. നീണ്ട് ഇടതൂർന്ന മുടി പോണിൽ ടൈറ്റിൽ കെട്ടിവിട്ടിട്ടുണ്ട്. അവളെ കണ്ടതും നിള വേഗം മുഖം താഴ്ത്തി തന്റെ ജോലിയിൽ മാത്രം ശ്രദ്ധിച്ചു. പെട്ടെന്ന് ആരുടെയോ അലർച്ച കേട്ടതും നിള പതിയെ തലയിട്ട് നോക്കി. ഇത്തരം കാഴ്ചകൾ അവിടെ പതിവാണെങ്കിലും നിലക്കിതെല്ലാം പേടി തന്നെയായിരുന്നു. നിലത്ത് കിടന്ന് വേദന കൊണ്ട് പിടയുന്ന 30 വയസ്സോളം പ്രായം വന്ന സ്ത്രീയെ കണ്ട് നിലക്ക് പാവം തോന്നി. നിലത്ത് കിടന്ന് കരയുന്നവർക്ക് ചുറ്റും അകലം വിട്ടുകൊണ്ട് ഹീരയുടെ കൂടെ വന്ന ഗാർഡ്സ് അവരെ വളഞ്ഞു. ഹീര അവരെ പുച്ഛത്തോടെ നോക്കി. അവർക്ക് അടുത്തേക്ക് അവൾ ചൂട് വെച്ചതും അവർ ഭയം കൊണ്ട് വിറച്ചു. ഹീര അവരെ തികഞ്ഞ പുച്ഛത്തോടെ നോക്കിക്കൊണ്ട് തന്റെ ഹീലുള്ള ചെരുപ്പിട്ട കാല് അവർക്ക് നേരെ ഉയർത്തി അവരുടെ വയലിലേക്ക് ആഞ്ഞു ചവിട്ടി. വേദന കൊണ്ട് അവർ അലറിക്കരഞ്ഞു. ഇങ്ങനെ ഒന്നും തന്നെ അവിടെ നടക്കുന്നില്ലെന്ന ഭാവത്തിൽ അവിടെ ഇരുന്ന് ലാപ്പിൽ വർക്ക് ചെയ്യുന്ന സായി എന്നിൽ അത്ഭുതത്തോടെ നോക്കി. ഇനി പറ, കാണാതായ 2 പെൺകുട്ടികൾ, അവരെ നീ എന്ത് ചെയ്തു? ഹീര ശാന്തമായ സ്വരത്തിൽ ചോദിച്ചു. ആ ചോദ്യം കേട്ടിട്ടും അവർ ഉത്തരം നൽകാതിരുന്നതും അവൾ വന്യമായ ചിരിയോടെ നിലത്ത് കിടന്നവരുടെ ഇടത് കൈയിൽ തന്റെ കാലുകൊണ്ട് അമർത്തി നിരിച്ചു. വേദന കൊണ്ട് അവർ അലറിക്കരഞ്ഞു. ഇത് കണ്ട നില ഭയന്ന് പറിച്ചു. ശ്വാസമെടുക്കാൻ പോലും മറന്ന് കയ്യിലെ മോപ്പ് മുറുക്കി പിടിച്ച് വിറയിലോട് അവൾ അവിടെ തന്നെ തറഞ്ഞു നിന്ന് പോയി. ഞാൻ പറയാം, കാല് മാറ്റും പ്ലീസ്, ഞാൻ പറയാം. അവർ വേദന കൊണ്ട് അലറിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞതും ഹീര അവരുടെ കയ്യിൽ നിന്നും തന്റെ കാല് മാറ്റി. ആ കുട്ടികൾ ഞങ്ങൾ ആവശ്യം കഴിഞ്ഞതും ഞാനും ഷമീർ ഭായിയും ചേർന്ന് ആ 2 പെൺകുട്ടികളെയും ജീവനോട് തന്നെ കടലിൽ കെട്ടി താഴ്ത്തി. വിറയലോട് അവൻ പറഞ്ഞു. എന്തിന്? കടുപ്പമേറിയ അവരുടെ സ്വരം അവരുടെ ഭയത്തിന്റെ അളവ് കൂട്ടി. ഞങ്ങൾക്ക് വേറെ വഴിയില്ലായിരുന്നു. ആ സമയം അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. അങ്ങനെ ഒരു അബദ്ധം. അവരെ ബാക്കി പറയാൻ അനുവദിക്കാതെ ഹീര അവരുടെ മുഖത്തേക്ക് ആഞ്ഞു തൊഴിച്ചു. എന്റെ മോളെ, 2 കൊച്ചിനെ കൊണ്ടുപോയി കൂട്ടിക്കൊടുത്തിട്ട് അവസാനം പിടി വീഴുന്നായപ്പോ അതിനെ കെട്ടി കടലിൽ താഴ്ത്തി. അതാണോട് ഈ അബദ്ധം? 4 ദിവസം ഒരു തുള്ളി വെള്ളം പോലും അതുങ്ങൾക്ക് കൊടുക്കാതെ നീയൊക്കെ ചേർന്ന് കടിച്ച് കുടഞ്ഞില്ലേ? ഹീര അവർക്ക് നേരെ അലറിക്കൊണ്ട് തന്റെ അടുപ്പിൽ തിരികെ ഗണ്ണെടുത്ത് അവരുടെ 2 കാൽമുട്ടിലും തോളിലും ഷൂട്ട് ചെയ്തു. അവരുടെ കരച്ചിൽ അവിടെ ആകെ വിറപ്പിച്ചു. ഈ കാഴ്ച കണ്ട നിലൊരു തൂവൽ പോലെ ബോധം മറിഞ്ഞ നിലത്തേക്ക് ഊർന്നു വീണു.